ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു പൊങ്കൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൊങ്കൽ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ് കേട്ടോ. പൊങ്കൽ ആഘോഷിക്കുന്നതിന് വേണ്ടി അച്ചാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയെ കൊണ്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്യിപ്പിക്കുന്നതും വർഷയും ശ്രുതിയും കൂടെ സഹായിക്കുന്നതും അതിനിടയിൽ നമ്മുടെ വർഷയുടെ ഓരോ പൊട്ടത്തരങ്ങളും അങ്ങനെ അടിപൊളി എപ്പിസോഡുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിലൊരു ചെറിയ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ശ്രുതി ഒരുപാട് നുണകൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന നുണയാണ് ഇളയച്ചൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ട് ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ വിളിച്ചിരിക്കുന്നതോ ബീരാൻ എന്നൊരു കഥാപാത്രത്തിനെയും. അദ്ദേഹമാണെങ്കിലും ഒരു ഇറച്ചി വെട്ടുകാരനും. അങ്ങനെ നമ്മുടെ ശ്രുതി ഇളയച്ചൻ വരുന്നുവെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടതാണ് പൊങ്കൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും മാറി മാറി ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇളയച്ചൻ എപ്പോഴാണ് വരുന്നത്, ഇളയച്ചൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ആകെ ടെൻഷനിലായിട്ട് ഇനിയെങ്ങാനും ബീരാനൊക്കെ വന്നില്ലെങ്കിൽ ആകെ പെടുമല്ലോ, സച്ചിയുടെ രേവതിയുടെ മുമ്പിൽ നാണം കെടുമല്ലോ എന്നുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പൊങ്കൽ ആഘോഷിക്കാനായിട്ട് നാട്ടിലേക്ക് ചെന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ പൊങ്കലാഘോഷത്തിനേക്കാളും വലുതായിട്ട് തന്നെ ചന്ദ്ര കാത്തിരിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചന് വേണ്ടിയാണ്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വർഷയുടെ അമ്മ വന്നപ്പോൾ പണവും സ്വർണ്ണമൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നില്ല. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ചന്ദ്രയുള്ളത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇളയച്ചൻ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രവിയുടെ നാട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു ദിവസം ബീരാനിക്കയ്ക്ക് വരാൻ സാധിക്കുന്നില്ല. അന്നേ ദിവസം ബീരാനിക്ക വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ആകെ ടെൻഷനിലാവുകയാണ് കേട്ടോ. ഈ ബീരാനിക്ക പൈസ മേടിച്ചിട്ട് ഒഴിഞ്ഞു മാറുകയാണോ എന്ന പേടിയിലാണ് ശ്രുതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ശ്രുതി മീരയെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ശ്രുതി നീ പേടിക്കണ്ട, നാളെ എന്തായാലും ബീരാനിക്ക വരും എന്നൊക്കെ മീര ഉറപ്പ് നൽകുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി ആകെ ടെൻഷനിലാണ്. ഡൈനിങ് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചിയും അച്ചാമ്മയും അതുപോലെ രവിയും ചന്ദ്ര എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, ഇനി അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് വരെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ ശ്രുതി ഡൈനിങ് റൂമിലേക്ക് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് മോളെ നാളെയെങ്കിലും നിന്റെ ഇളയച്ചൻ വരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നാളെ തീർച്ചയായിട്ടും വരുമെങ്കിൽ ഇന്നിപ്പോൾ ഇളയച്ചൻ വരാടുന്നത് എന്തോ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണമാണ്, എന്തായാലും നാളെ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നേരം പുലരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ രേവതി വീടിൻ്റെ ഫ്രണ്ട് കോലം വരയ്ക്കുന്നത്. അത് കാണുന്ന നേരത്തെ ചന്ദ്ര പറയുന്നുണ്ട് ദേ ഈ കോലത്തിന് മുന്നിലായിട്ട് ഒരു വെൽക്കം കൂടി എഴുതി വെക്കണം എന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നതാണെന്നൊക്കെ പറയാം. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും അച്ചാമ്മയൊക്കെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തിരക്ക് പിടിച്ച് നടക്കാറുണ്ട് നമ്മുടെ ചന്ദ്ര. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയും രവിയും തമ്മിൽ ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടൊരു നിമിഷം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രേവതിനെ കൊണ്ട് ചെയ്യിക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി നടക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം വീരാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ രവി വേഗം ചന്ദ്രയെ കയറി പിടിക്കുന്നു കേട്ടോ. അതിനുശേഷം ഇരുവരും പരസ്പരം കണ്ണിൽ നോക്കുന്നു, ചെറിയൊരു നാണം കൊണ്ടുള്ളൊരു പുഞ്ചിരി. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയും സച്ചിയും അച്ചാമ്മയൊക്കെ ഒരു നാണത്തോടു കൂടി തന്നെ ചിരിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ട് മ്യൂസിക്കും കൂടെ അതിൻ്റെ കൂടെ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗവും നമുക്ക് പൊങ്കലിൻ്റെ എപ്പിസോഡിൽ കാണാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.